Morning. Now you can mark your attendance. Now you can mark your attendance. Okay. Joel, please turn on your video. Adira, Jiva, good. Then, okay. മിസ് കേൾക്കുന്നില്ല. മിസ്സിന്റെ വോയിസ് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല മിസ്സേ. മിസ് പറഞ്ഞ് കേൾക്കുന്നില്ല. Please now. ഇപ്പൊ ഓക്കെ ആണ് സർ. Okay, ആണല്ലേ? Okay, good. ഓക്കെ മിസ്. Okay, good. Then we have finished our 14th chapter, electric current and its effect. Okay. Then you have to complete. Is there any doubt in that chapter? ഇതിൽ സംശയമുണ്ടോ മക്കളെ? മിസ് എനിക്ക് ആ ഇലക്ട്രിക് ബെല്ലിന്റെ അകത്ത് കുറച്ച് ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഞാൻ ആ ഇലക്ട്രിക് ബെല്ലിൻ്റെ ഒരു യൂട്യൂബ് നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്നു. പക്ഷേ അതിപ്പം കറക്റ്റ് ആവുന്നില്ല. അതെനിക്ക് മനസ്സിലായായിരുന്നു. നിങ്ങളെ ഒരു യൂട്യൂബിൽ പിക്ചർ കാണിക്കാൻ വേണ്ടിയാണ് മിസ് അത് എടുത്തു വെച്ചിരുന്നത്. പക്ഷേ അതിപ്പോൾ വർക്കാവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, കുറച്ച് കഴിയുമ്പോൾ മിസ് അത് അതിൻ്റെ ശരിയായ വർക്കിംഗ് ഉള്ള വീഡിയോ മിസ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ ക്ലിയർ ആവും. അതിനുവേണ്ടിയാണ് ഞാൻ രാവിലെ അത് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ അത് ഞാൻ ഉദ്ദേശിച്ചതല്ല ഇപ്പോൾ കിട്ടുന്നത്. ഓക്കെ, സോ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. നെക്സ്റ്റ്, then okay, then what are the main points in that chapter? Adira, okay, what is mean by a battery? What's mean by a battery? Two cells are connected. More than two cells. Okay, okay. Then how Combination of more than two cells. the combination of more than two cells. Good. Okay, how can we connect or how can we make a battery? Alan Benny, how can we make a battery? Alan Benny, how can we make a battery? Miss, I don't get the notes that I was absent that days. Okay, then that is your duty to ask what is going on in the class to your friends. Okay, നിങ്ങൾ മോൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പർ വാങ്ങി വെച്ചിട്ട് ഒരു ദിവസം ആബ്സെൻ്റ് ആയാൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് വിളിച്ച് ഇന്ന് ക്ലാസ്സിൽ എന്താണ് എടുത്തത്, എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ കയറാൻ വേണ്ടി. നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളല്ലല്ലോ, വലിയ ക്ലാസ്സിലെ കുട്ടികളല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പഠിക്കണം. ഒരു ദിവസം ആബ്സെൻ്റ് ആയാൽ ഫ്രണ്ട്സിനോടോ അല്ലെ മിസ്സിനോടോ, എല്ലാവരും മിസ്സിനെ വിളിക്കാൻ പോയാൽ മിസ്സിന് തിരക്കാവും അല്ലേ. സോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് വിളിച്ച് ചോദിക്കുക, ഇന്ന് എന്താണ് ഓരോ സബ്ജക്റ്റും ടീച്ചേഴ്സ് എടുത്തത്, അതിൽ ഓരോ പീരീഡും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ ആകെ മൊത്തത്തിലായി വരുമ്പോൾ നിങ്ങൾക്ക് വിഷമാവും. ഓരോരോ പോർഷനായി ചെയ്ത് തീർത്താൽ ഈ വെരി സിമ്പിൾ സിലബസ് ആണിത്. പക്ഷെ നിങ്ങൾ കൂട്ടിക്കൂട്ടി വെച്ചാൽ അവസാനം വരുമ്പോൾ ഒന്നും തിരിയത്തില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ. സോ ഒരു ദിവസം ആബ്സെൻ്റ് ആയാൽ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് കാര്യങ്ങൾ കൺഫേം ചെയ്ത് ക്ലിയർ ആക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുക എന്നുള്ളത്. ഇനി എന്തെങ്കിലും മനസ്സിലാവാതുണ്ട് എന്നുണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കാം. മനസ്സിലായല്ലോ. ഇനി ആരും അങ്ങനത്തെ ഒരു എക്സ്ക്യൂസ് പറയാൻ പാടില്ല, ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു, നോട്ട് കിട്ടിയില്ല. ഓക്കെ, ആ എക്സ്ക്യൂസ് ഇനി മിസ്സിൻ്റെ അടുത്ത് നടക്കില്ല. പറഞ്ഞു മനസ്സിലായല്ലോ. ഓക്കെ, ജസ്റ്റസ് ക്യാൻ യു സേ ഹൗ ആർ യു നൗ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ക്യാൻ യു സേ ഹൗ ക്യാൻ വി മേക്ക് എ ബാറ്ററി? Yes, miss. Okay, then We may need a cell holder, a wooden block, 9 strips,
rubber bands. Okay. Then how can we connect it? It is necessary to Hmm. it is necessary that the rubber bands hold the metal strips tightly. Hmm. Then next point. ഇവിടെ കാണുന്നുണ്ട്. We have to connect positive terminal of one cell to the Negative Negative terminal. terminal. okay, that's the main point. Negative cell of next terminal using wire or okay. അതാണ് മെയിൻ പോയിന്റ്. ബാക്കിയൊക്കെ നമുക്ക് എന്തായാലും വേണം, പക്ഷെ ആ മെയിൻ പോയിന്റ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? ബാക്കിയൊക്കെ നമുക്ക് ഊഹിച്ചെഴുതാം, പക്ഷേ അത് മെയിൻ പോയിന്റ് ആണ്. ഓക്കെ, ഡു യു നോ ഹൗ ടു ഡ്രോ ഡയഗ്രാം ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്? ഹൗ ടു ഡ്രോ ഡയഗ്രാം ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്? Yes, miss. Okay, then what is mean by filament? What is mean by filament? Miss എന്നാണോ? പറ. അല്ല, അടുത്ത നെക്സ്റ്റ് പറഞ്ഞോളൂ. നമ്മുടെ ജീവ പറഞ്ഞോളൂ. വാട്ട് ഇസ് മീൻ ബൈ ഫിലമെന്റ്? വാട്ട് ഈസ് മീൻ ബൈ എ ഫിലമെന്റ്? നിങ്ങൾക്ക് പാഠപുസ്തകവുമായിട്ടുള്ള ബന്ധം വളരെ കുറവാണെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇല്ലേ മിസ് ചോദിച്ചാൽ ബൈഹാർട്ട് പറയണ്ട, എന്നാലും ടെസ്റ്റിൽ നോക്കി പെട്ടെന്ന് ഉത്തരം പറയാൻ പഠിക്കുമായിരുന്നു. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ടെസ്റ്റുമായിട്ടുള്ള ബന്ധം വളരെ കുറവാണെന്നർത്ഥം. ഇറ്റ് ഈസ് എ തിൻ വയർ വിച്ച് ഗ്ലോസ് വെൻ ഇലക്ട്രിക് കറന്റ് പാസ് ത്രൂ ഇറ്റ്. ഇസ്ന്റ് ഇറ്റ്? Joel, please turn on your video. Okay. Then what is mean? Yes, പറഞ്ഞോളൂ. ഫിലമെന്റ് LED ബൾബിലൊന്നും ഇല്ലല്ലോ. ഫിലമെന്റ് LED ബൾബിലുണ്ടോയെന്ന് മിസ്സിന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ എസ് ഓർ നോ പറയുന്നതിനും ഒന്ന് കൺഫേം ചെയ്തിട്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല, നോക്കിയിട്ട് പറയാം. Okay, then what is meant by heating effect? Joel, can you say what is meant by heating effect? What is meant by heating effect? Okay, say something. I can't hear you. Unmute. Okay, Joel, can you say what is heating effect of electric current? അറിയില്ല. Why? What's the reason? What's the reason? Why? ഈ പാഠം ഫുള്ള് ഞാൻ വായിച്ചില്ലായിരുന്നു. അതൊന്നും ഒരു എക്സ്ക്യൂസും അല്ല. വി ഹാവ് ഓൺലി ലിമിറ്റഡ് ടൈം. വി ഹാവ് ടു കവർ ഓൾ ദീസ് പോർഷൻസ് ആൻഡ് റിവിഷൻ ഓൾസോ, ക്ലാസ് ടെസ്റ്റ് ഓൾസോ. സോ വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. അതൊക്കെ സിമ്പിൾ എക്സ്ക്യൂസാണ്. ഓക്കെ, ദെൻ ജുവാന, ക്യാൻ യു സേ വാട്ട് ഈസ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്? Yes, miss. Yes. When an electric current passes through a conductor, the conductor becomes hot after some time and produce heat. Okay. This is called as heating effect of an electric current. Okay, the wire get hot when the electric current pass through it, alle? Okay, then we use this heating effect of current in so many home appliances. Can you say one example for that, Sri Vishnu? We can use heating effect of current. Can you say one instrument we use a heating effect of current, electric current? Sri Vishnu. ഓക്കെ മിസ്, എന്നോടായിരുന്നു ഞാൻ. Okay. ഫിലമെന്റ് ബൾബ്. Filament, good. Then Adira, next one, another one. ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്ന മോളൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട് വീട്ടിൽ. ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്നത് ഡെയിലി യൂസിലുള്ള ഉണ്ട്. Water heater. Or good.
Then Afras, can you say one another example? മിസ്സേ ക്ലാസ്സിൽ ഇപ്പൊ കയറുന്നല്ലോ അതുകൊണ്ട് We learned that the current has heating effect. We can use this effect to make instruments. So my question is, can you say one in such instruments which using electric heating effect of electric current? ഓവനാവും. Oven. Okay, good. Then Vasudev. Okay, good. Vasudev, please turn Yes, on your miss. video on today. Can you say another example? Okay. Iron box, അല്ലേ? Iron box ഉണ്ട്, water heater ഉണ്ട്. Okay, leave it. Then the amount of heat produced depend upon mainly, I told two matters. What are they? The amount of heat produced is depend upon Harinand. Depend upon മെറ്റീരിയൽ. okay, type of material which we used. Then second one, heaven Varghese, the amount of heat produced by a coil depending upon first one, it's a type of material. Then second one is where is heaven? Okay, second one is speed up. Yes, Energy, electricity. I can't hear you properly. It's a current അല്ലേ? അത് മോനെ കറണ്ട് തന്നെ. കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചാണ് മിസ് ചോദിക്കുന്നത്. കറണ്ടിൻ്റെ ഹീറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് ഡിപ്പെൻഡ് അപ്പോൺ മെയിൻലി ടു മാറ്റേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വിച്ച് വി യൂസ് ഫോർ മേക്കിംഗ് ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ദെൻ സെക്കൻഡ് വൺ, these are all main important points. Second one, anybody can say? Aradhya? No, thickness and length. Okay, thickness and length, type of material, thickness and length. So we need different type of materials and different length and thickness of material for making different type of instruments. Okay, then what is the purpose of a fuse? You Jiva, what is the purpose of fuse? What's the purpose of a fuse? An electric bulb gets heated to such a high temperature that it starts glowing. If a large current passes through a wire, the wire may become so hot and it may melt and break. But it is possible for a wire to melt and break. It is not clear for me. My question is, what is the purpose of a fuse? ഫ്യൂസ് വെക്കുന്നത് കൊണ്ടുള്ള എന്താണ് അതിൻ്റെ പർപ്പസ് എന്താ, ലക്ഷ്യം എന്താ? എന്തിനാ ഫ്യൂസ് വെക്കുന്നത്? നമുക്ക് ഏത് മെറ്റീരിയലും ഏത് വയർ ഉപയോഗിച്ച് ഫ്യൂസ് കെട്ടാൻ പറ്റുമോ? ദിസ് എ ക്വസ്റ്റ്യൻ ഫ്രം ദ എക്സസൈസ്. ഓക്കെ, അവിടെ ഒരു ക്വസ്റ്റ്യൻ, ഈ എക്സസൈസിനകത്ത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് എല്ലാ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഫ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമോയെന്ന്. ഓക്കെ, Alan Benny, can you say the answer? Alan Benny, are you playing? Listen here. What is the purpose of fitting fuse? You don't know. Then Aradhya, turn on your video. Justus, can you say? Electric fuses prevent fires and damage to electric appliances. Okay, it helps or protect our electric appliance from
getting damage due to the over voltage അല്ലേ or accidental flow of high voltage. Okay, then what is the main point we want to care when we make a fuse? 1 second, absentees ആരൊക്കെയാണെന്ന് പറയാമോ? Absentees ആരൊക്കെയാണ്? Only 14 students are here. Just Jova, Adira. 13 അല്ലേ? 13 ആണ്. Miss Halima leave, Ashwin leave. ഹലീമ, അശ്വിൻ ഉണ്ടായിരുന്നല്ലോ. Ashwin Arjun. അർജുൻ, അശ്വിൻ അല്ലേ? അശ്വിൻ ഇപ്പോൾ കണ്ടപോലെ എനിക്ക് തോന്നിയായിരുന്നില്ല. ഓക്കെ, then we can come to our portion. What is the purpose or which type of material we need to make a fuse, which can use for making a fuse? The material which will burn at a higher temperature അല്ലേ? ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുമ്പോൾ ആ മെറ്റീരിയൽ ബേൺ ചെയ്ത് പോയിരിക്കണം. ദാറ്റ് മീൻസ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. ദ വയർ നീഡ്, ദാറ്റ് മെറ്റീരിയൽ നീഡ് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് മാത്രമേ ഫ്യൂസ് ഉണ്ടാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് ശരിയാവില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, what is meant by magnetic effect of current? What is meant by magnetic effect? Aradhya, please turn on your video. Is there any problem for you? Harinan, can you say the magnetic effect of current? നിങ്ങൾ ആരും പഠിക്കണില്ല എന്നുള്ളത് ശരിക്കും മനസ്സിലായിട്ടോ. മിസ് ക്ലാസ് ടെസ്റ്റ് ഇടുന്നുണ്ട്, സർപ്രൈസ് ആയിരിക്കും, അതെന്താണെന്ന് ഞാൻ പറയില്ല. ഓക്കെ, പോർഷൻ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മുമ്പോട്ട് പോയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പോർഷൻ തീർന്നു, റിവിഷൻ കഴിഞ്ഞ് ഓൺ ദ സ്പോട്ട് എക്സാം ആയിരിക്കും. നേരെ ഞാൻ പേരൻസിനെ വിളിക്കാം. നിങ്ങൾ ഹൈസ്കൂളിലെ കുട്ടികളായി, അല്ല മീൻസ് 7th സ്റ്റാൻഡേർഡിലെ കുട്ടികളായി. ഓക്കെ, മിസ്സിൻ്റെ തമാശയൊക്കെ പോവും, മിസ് ഭയങ്കര സീരിയസ് ആവും. ദെൻ ജീവ, ക്യാൻ യു സേ മാഗ്നറ്റിക് എഫക്റ്റ്? Yes or no? When current pass through metal, it becomes magnetic effect. I can't hear you properly. When current pass through metal objects, it becomes magnetic effect. ആ വേർഡാണ് ക്ലിയർ ആവാത്തത്. വെൻ കറണ്ട് പാസ് ത്രൂ എ കോയിൽ ഓർ മെറ്റൽ ഇറ്റ് ബിഹേവ് ലൈക്ക് എ മാഗ്നറ്റിക് എഫക്റ്റ് അല്ലേ? കറണ്ട് പോകുമ്പോൾ ആ മെറ്റീരിയൽ കറണ്ടിൻ്റെ സ്വഭാവം, മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കാന്തം അല്ലേ? മാഗ്നറ്റ് അല്ല, കാന്തം, അതിൻ്റെ സ്വഭാവം കാണിക്കും. എന്താണ് മാഗ്നറ്റിൻ്റെ സ്വഭാവം? എന്താണ് മാഗ്നറ്റിൻ്റെ സ്വഭാവം? എന്താണ്? Yes. So, yeah, good. Okay. So we can use this effect of current for many purposes. Can you say one purpose? Afras, can you say where we can use magnetic effect of current? Where we can use magnetic effect of current? Today, then ജസ്റ്റസ്, ജീവ, ജോയൽ, ഈ 3 പേരുടെ നോട്ട് എനിക്ക് സെൻഡ് ചെയ്യണം. ഇത് ലെസൻ്റെ ഇതുകൊണ്ട് ഇതിന് മുമ്പിൽ ലെസൺ ഉണ്ടായിരുന്നില്ലേ മക്കളെ? 13 ഉണ്ടായിരുന്നില്ലേ? ഇതും ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാവരുടെയും ഒന്നിച്ച് വെച്ചാൽ മിസ്സിന് നോക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഈ 3 പേരുടെ, ആരൊക്കെയാണ്? 3 ജോയൽ, ജസ്റ്റസ്, ജീവ, ഇവരുടെ 3 പേരുടെ നോട്ട് മിസ്സിന് ഇന്ന് ജസ്റ്റസിന് ക്ഷീണമുണ്ടോ? പനിക്കുന്നുണ്ട്. രസോ, ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ആരാണ്? ജയകുട്ടി ആരുണ്ടോ? എല്ലാവരുണ്ടോ? ജുവാന. ചിരിക്കേണ്ട ജുവാന, ഞാൻ കണ്ടു കേട്ടോ. ഓക്കെ, സോ ജീവ, ജോയൽ ആൻഡ് ജുവാന ഹാസ് ടു സബ്മിറ്റ് യുവർ നോട്ട് ടുഡേ. ഓക്കെ, ബിഫോർ 8 o'clock. Can you? മിസ് 14th ലെസന്റെ നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. 14th ലെസന്റെ അയച്ചു തന്നല്ലേ? നോട്ട് അയച്ചു തന്നില്ലേ? ഇന്നലെ അയച്ചു തന്നില്ലേ മക്കളെ?
അതോ മിസ് ഇല്ല എയ്ത്ത് മിസ്സേ. അപ്പോൾ എയ്ത്ത് സ്റ്റാൻഡേർഡിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവും അല്ലേ? എന്നാൽ സോ ഇതിൻ്റെ ആണോ? സോ ദെൻ പ്ലീസ് വെയിറ്റ്. ഓക്കെ, 13th chapter. So 13th complete ചെയ്താൽ we have how many minutes left? Okay, 52. So we can now discuss the exercise. Okay, so it will help you to write the exercise. Okay, take page number 170. Take page number 170. Adira, read the first question, exercise number 1. Read the first question. Speed up. Miss, page number കൂടി പറയൂ. Page number 170. 170. Draw in your notebook the symbols to represent the following components of electrical circuits: connecting wires, switch in the off position, bulb, cell, switch in the on position, and battery. Okay. Any doubt? Draw in your notebook the symbols to represent the following components of electric circuit. First, connecting wire, then switch on position and off position, bulb, cell and battery. Clear? Vasudev? Okay, le? Draw in your notebook. Then second question, Sri Vishnu, read the second question. Draw the circuit diagram to represent the circuit shown in figure 4.21. They take for figure point 21. ഇവിടെ കൊടുത്തിട്ടുണ്ട് മിസ്സേ. Yes, you can draw that. Okay, that is very important. Drawing diagram. Okay, diagrammatic representation is very important. Okay. Miss, Okay, then third one, Justice Delvin, read third question. Figure 14.22 shows 4 cells fixed on a board. Draw lines to indicate how you will connect the terminals with the wires to make a battery of 4 cells. Okay, can you do? Juvana, is there any problem? Afra? എഴുതി മിസ്സേ. Okay, good. Okay, good. Then next one, fifth one. Name any two effect of electric current. Fifth one. Name any two effect of electric current. That simply name matram kodutha pora. You have to write what is it with example. Okay. You have to write name of two electric current and explain or give definition of that one and also write example for that. Clear? Then sixth one. When the current is switched on through a wire, a compass needle kept nearby get deflected from north to south position. Explain why. അത് കുറച്ച് ചിന്തിക്കണം. അതാ ഇതിനകത്തുണ്ട്, ടെസ്റ്റ് വായിച്ചാൽ കിട്ടും. വെൻ ദ കറന്റ് സ്വിച്ച് ഓൺ ത്രൂ എ വയർ മീൻസ് വെൻ ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റ്, ദ കോമ്പാസ് നീഡിൽ കെപ്റ്റ് നിയർ ബൈ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഫ്രം ഇറ്റ് നോർത്ത് സൗത്ത് പൊസിഷൻ. നോർമലി ഇറ്റ് ഈസ് ഇൻ നോർത്ത് സൗത്ത് പൊസിഷൻ, but it may deflect when current pass through it. What is the reason? There is reason. If you read textbook carefully, the answer, you will get the answer. Okay? magnetic. Yes. പറഞ്ഞു കൊടുക്കാതെ അവർ കണ്ടുപിടിക്കട്ടെ. Okay? Then, will the compass needle show deflection when the switch in the circuit shown by? നോക്കിക്കേ, ആ ചിത്രത്തിൽ will the compass needle show deflection when the switch in the circuit shown by? ഈ സർക്യൂട്ട് കാണിച്ചതനുസരിച്ചിട്ട് ആ കോമ്പാസ് നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുമോ? കണ്ടുപിടിച്ചിട്ട് ഉത്തരം എഴുതിയാൽ മതി, പറഞ്ഞു കൊടുക്കണ്ട. ഓക്കെ. ദെൻ ടുഡേ മിസ് പേര് പറഞ്ഞ 3 പേര്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് 3 കുട്ടികൾ, അങ്ങനെ 3 പേര് വെച്ച് അയച്ചാൽ മതി. എങ്കിൽ മാത്രമേ മിസ്സിന് നോട്ട് നോക്കാൻ പറ്റുള്ളൂ കേട്ടോ. തീർക്കണ്ടേ, നിങ്ങൾ അയക്കുന്ന നോട്ട് നോക്കി തീർക്കണ്ടേ, എല്ലാ ക്ലാസ്സിലെയും കുട്ടികളില്ലേ. സോ അതുകൊണ്ട് 3 പേര് വെച്ച് ഓരോ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളാം. ഓക്കെ. സോ നെക്സ്റ്റ് വൺ, fill in the blanks. Longer line in the symbol for a cell represent its dash terminal. Longer line
ഏതാ പോസിറ്റീവ് ടെർമിനൽ? പോസിറ്റീവ് ആണോ പോസിറ്റീവ് ഓർ നെഗറ്റീവ്? Positive. Read the book Positive. and okay, read the book and write the answer. The combination of two or more cells is called Battery. okay. When the current is switched on in a room heater, it Heating of electricity. Heating effect. heating Heating effect. The man will get heat and hot and get will produce heat. So the safety device based on the heating effect of electric current is called a means listen even what yeah, good, the safety device nana. Okay, so answer is fuse. No, listen that word, safety device. Okay, then mark T if the statement is true and F if it is false. To make a battery of two cells, the negative terminal of one cell is connected to the negative terminal of other cell. True or false? False. Okay, when the electric current through the fuse exceeds a certain limit, the fuse wire melt and breaks. Okay, give emphasis to the main words. Okay, the fuse melt and break. Okay, then ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത് നമ്മൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, നന്നായി ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ മാത്രമേ ആൻസർ പെട്ടെന്ന് പിടികിട്ടത്തുള്ളൂ. Then an electromagnet does not attract a piece of iron. We have only 10 minutes remaining for us. Okay, electromagnet does not attract. False. Okay. False. Okay. Then next one, an electric bell has an electromagnet. An electric bell has an electromagnet. Electric magnet ഉണ്ടോ? ഇനി നെക്സ്റ്റ് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഡു യു തിങ്ക് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് പ്ലാസ്റ്റിക് ബാഗ്സ് ഫ്രം ഗാർബേജ്? നോക്കിക്കേ, പ്ലാസ്റ്റിക് ബാഗ്. It's a true. Yes, me. 9th D true. ഡി ട്രൂ ആണ്. ഇനി 10th അല്ലേ? നോ, വൈ? ഇറ്റ് വിൽ അട്രാക്ട് ഓൺലി മെറ്റൽസ് അല്ലേ? ഓക്കെ. An electrician is carrying out some repairs in your house. He wants to replace a fuse by a piece of wire. Would you agree? Give reason No. for yours. Why? Give reason. We want to use copper. It's a thing. We want to use a metal which has low melting point. Okay, that is the main word, key word there. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി, ഞാൻ എല്ലാ ക്വസ്റ്റിനും എഴുതി, പക്ഷെ മാർക്ക് കിട്ടിയില്ല. കല്ല എന്ന് പറഞ്ഞാൽ ഓരോന്നിനും അതിൻ്റെതായ പ്രധാനപ്പെട്ട കീ വേർഡ്സ് ഉണ്ടാവും, സയൻറ്റിഫിക് വേർഡ്സ് ഉണ്ടാവും. ഓക്കെ, അതിനാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് എന്നുള്ളതാണ് കേട്ടോ. പെട്ടെന്ന് എന്താ പറയുന്നത്, ഉരുകിപ്പോണം, അവൻ പിടിച്ച് നിൽക്കാൻ പറ്റും, കുറേ സമയം തന്നെ പെട്ടെന്ന് ഉരുകിപ്പോണം. ദാറ്റ് ഈസ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ് മീൻസ്. ഓക്കെ, then so we made an electric circuit using a cell holder shown in figure 4.4, a switch and a bulb. When she put switch the on position, the bulb did not glow. Helps with to identify the possible defect in the circuit. അപ്പോൾ ഒരു ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ക്ലിയർ ആയിരിക്കണമെന്ന് എഴുതണം. ഓക്കെ അല്ലേ? ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദ കണ്ടീഷൻസ്? ഓക്കെ, എന്തൊക്കെയാണ്? ഫിലമെൻ്റ് ഫ്യൂസ് ആകാൻ പാടുണ്ടോ? നോ അല്ലേ? ദെൻ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിരിക്കണം അല്ലേ? വേണ്ടേ? ദിസ് ആർ ദ 2 മെയിൻ പോയിൻറ്റ്സ്. ദെൻ ഇൻ ദ സർക്കിൾ ഷോൺ ദ ലാസ്റ്റ് ഫിഗർ, വുഡ് എനി ഓഫ് ദ ബൾബ് ഗ്ലോ വെൻ ദ വിച്ച് ഈസ് ഇൻ ഓഫ് പൊസിഷൻ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. No, അല്ലേ? Would any of the bulb glow when the switch is in the off position? Okay, we have only 7 minutes. Okay, then what will be the order in which the bulb A, B, C and will glow when switch is moved to on position? Anybody can say the answer? Think. Or no?
there are A, B, C. There are 3 bulbs. Okay, all are connected to the same cell. All are connected to the same cell. When we switch on the circuit, അതെ ഏതൊക്കെ ഓർഡറില ഏതൊക്കെ കത്തുന്നതല്ലേ? yes. അത് ABC തന്നെയല്ലേ? ABC സെയിം ആണല്ലേ, കാരണം സെയിം സെല്ലിലോട്ടല്ലേ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് സെല്ലിലാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈമിൽ വരത്തുള്ളൂ. ദേ ആർ കണക്റ്റഡ് ടു ദ സെയിം സെൽ. സോ A, B and C will glow at the same time. Clear? Afras, I can't see your face. Afras, I can't. Okay, sit properly. I can't see your face. Then അത്രയാണ് എഴുതുള്ളത്. പിന്നെ കുറച്ച് ഇതൊക്കെയുണ്ട് കേട്ടോ, എക്സസൈസ് നമുക്ക് ഇൻട്രസ്റ്റ്. ഇഫ് വി ഗെറ്റ് ഇനഫ് ടൈം we can go through it. Okay, so then ഇലക്ട്രിക് ബെല്ലിൻ്റെ മിസ് അതിൻ്റെ വീഡിയോ അയച്ചു തരാം, അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മിസ് ഈ നോട്ട് മിസ്സിനെ അയച്ചുകൊണ്ട് നമ്മൾ തന്നെ കൺവേർട്ട് ചെയ്യണം. ഈ എക്സസൈസിൻ്റെ നിങ്ങൾ തന്നെ ചെയ്യണം. മെയിൻ പോയിന്റ്സിൻ്റെ മിസ് അയച്ചു തരും. മിസ് ഓൾറെഡി അയച്ചു തന്നു എന്നാണ് മിസ് ചിന്തിച്ചിരുന്നത്. ഒരു പക്ഷേ അത് 8ാം ക്ലാസ്സിനായിരിക്കും അയച്ചു കൊടുത്തത്. ഓക്കെ, നിങ്ങൾക്ക് വിട്ടുപോയതായിരിക്കാം. ഓക്കെ, സോ ഇന്ന് വൈകുന്നേരം നാളെ മിസ്സിൻ്റെ ക്ലാസ് ഉണ്ട്. വിത്തിൻ 2 days യു ക്യാൻ എക്സ്പെക്ട് ദ നോട്ട്സ്. ഓക്കെ, ക്ലിയർ? അത് മിസ് റഫായിട്ട് എഴുതുന്നതുകൊണ്ട് ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റില്ല. അപ്പം